വലിയ കാടാണേ. അവിടെ കുറച്ച് മുൻപ് ജനിച്ച ഒരു കുഞ്ഞി വാവ ഒറ്റയ്ക്ക് കിടക്കണു. അതിൻ്റെ അച്ഛനും അമ്മയും എവിടെ പോയി അറിയണ്ടേ നമുക്ക്? ഹലോ കുഞ്ഞുമണീസ്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? വരരുചിയും പഞ്ചമിയും കൂടെ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചു അല്ലേ? വരരുചി പഞ്ചമിയോട് പറഞ്ഞു, നമുക്ക് കേരളത്തിലേക്ക് പോവാം. അത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, വളരെ സുന്ദരമായ സ്ഥലം, നമുക്കവിടെ പോയിട്ട് ജീവിക്കാം. അങ്ങനെ അവർ യാത്ര തിരിച്ചു. ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരരുചിക്ക് തോന്നി പഞ്ചമി വളരെ ക്ഷീണിച്ചിരിക്കുന്നു, എന്തോ വിളർച്ച പോലെ. വരരുചി പഞ്ചമിയോട് ചോദിച്ചു, എന്തു പറ്റി പഞ്ചമി, ക്ഷീണിതയായിരിക്കുന്നല്ലോ, എന്താണ് കാര്യം? പഞ്ചമി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു രഹസ്യമുണ്ട്, പറയട്ടെ? പഞ്ചമി തൻ്റെ വയറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് വരാൻ പോകുന്നു. സന്തോഷമായില്ലേ അങ്ങേക്ക്? ഇത് കേട്ട വരരുചിക്ക് ഒരു അമ്പരപ്പാണ് ഉണ്ടായത്. വരരുചി വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല കേട്ടോ. പഞ്ചമി അതത്ര ശ്രദ്ധിച്ചുമില്ല. പഞ്ചമി വളരെയധികം സന്തോഷത്തിലായിരുന്നു. പഞ്ചമി ഇങ്ങനെ ആലോചിച്ച് നടന്നു വരരുചിയുടെ കൂടെ. എന്നിട്ട് ചോദിച്ചു, അങ്ങ് വലിയ പണ്ഡിതനല്ലേ, അങ്ങ് പറയൂ, ആൺകുഞ്ഞായിരിക്കോ പെൺകുഞ്ഞായിരിക്കോ? വരരുചിക്ക് ചെറിയ ദേഷ്യം വന്നു തുടങ്ങിയിട്ടോ. വരരുചി പറഞ്ഞു, ഇനി നമ്മൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്, മിണ്ടാതെ എൻ്റെ കൂടെ നടക്കുക. പഞ്ചമിക്ക് അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഭർത്താവ് പറഞ്ഞതല്ലേ, മിണ്ടാതെ നടന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നുപോയി. പഞ്ചമിയും വരരുചിയും ദേശാടനവുമായി ഓരോ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ പോവാട്ടോ. ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പഞ്ചമിക്ക് ഒരു അസ്വസ്ഥത തോന്നിട്ടോ. പഞ്ചമിക്ക് ഇങ്ങനെ വയറുവേദന വരുന്ന പോലെ തോന്നി. പഞ്ചമി വിചാരിച്ചു, ദൈവമേ, ഞാൻ പ്രസവിക്കാറായോ? പഞ്ചമി വരരുചിയോട് കാര്യം പറഞ്ഞു, എനിക്ക് കലശലായ വേദന തുടങ്ങിയിരിക്കുന്നു, പ്രസവിക്കാറായി എന്നാണ് തോന്നുന്നത്. വരരുചിക്ക് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. വരരുചി പറഞ്ഞു, അതിനെന്താ, പ്രസവിച്ചോളൂ. അപ്പോൾ പഞ്ചമി പറഞ്ഞു, ഈ കാട്ടിലാണോ ഞാൻ പ്രസവിക്കേണ്ടത്? വരരുചി പറഞ്ഞു, ദാ അവിടെ ഒരു പാറ കണ്ടില്ലേ, അതിൻ്റെ പിറകിൽ പോയി പ്രസവിച്ചോളൂ. പഞ്ചമി എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് നിന്നുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാടാണ്, ഒരു മനുഷ്യനെയും കാണുന്നില്ല. പ്രസവവേദന കലശലാവുകയും ചെയ്തു അല്ലേ? എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ആ പാറയുടെ പിറകിൽ പോയി പ്രസവിക്കാം. അങ്ങനെ പഞ്ചമി ആ പാറയുടെ പിറകിൽ പോയി പ്രസവിച്ചു. ഒരു കുഞ്ഞി വാവയുടെ കരച്ചിൽ കേട്ടു കേട്ടോ വരരുചി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പഞ്ചമി ഒരു കുഞ്ഞി വാവേനെയും കൊണ്ട് നിൽക്കുകയാണ്. പഞ്ചമി പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കൂ, ഒരു ആൺകുഞ്ഞാണ്, തനി അങ്ങയുടെ രൂപം. പഞ്ചമി വളരെ സന്തോഷത്തിലാണ് അല്ലേ, തൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന സമയമാണ്. വരരുചി ചോദിച്ചു, പഞ്ചമി, കുഞ്ഞിന് വായ കീറിയിട്ടുണ്ടോ? പഞ്ചമി നോക്കിയിട്ട് പറഞ്ഞു, വായുണ്ട് കുഞ്ഞിന്, കുഞ്ഞ് കരയുന്നുണ്ട്, എങ്കിൽ കുഞ്ഞിനെ അവിടെ വെച്ചോളൂ. അത് കേട്ട പഞ്ചമി ഞെട്ടിപ്പോയി. എന്ത്, എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ വെക്കാനോ? അപ്പോൾ വരരുചി പറഞ്ഞു, ദൈവം കുഞ്ഞിന് വായ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇരയെയും കൊടുക്കും. നീ കുഞ്ഞിനെ അവിടെ വെച്ച് ഇങ്ങോട്ട് പോന്നോളൂ, നമ്മൾക്ക് നടക്കാം. അപ്പോൾ പഞ്ചമി പറഞ്ഞു, ഇല്ല, എൻ്റെ കുഞ്ഞിനെ ഇവിടെ വെച്ച് ഞാൻ വരില്ല. വരരുചി കർക്കശമായിട്ട് പറഞ്ഞു, കുഞ്ഞിനെ അവിടെ വെച്ച് വരാനാണ് പറഞ്ഞത്. കുഞ്ഞിനുള്ള ഇര ദൈവം കൊടുത്തോളും. നീ കുഞ്ഞിനെ അവിടെ വെച്ച് എൻ്റെ കൂടെ നടക്കൂ. പഞ്ചമിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി. ഭർത്താവ് ദൈവത്തിന് തുല്യനാണ് അല്ലേ, ഭർത്താവ് പറഞ്ഞത് കേട്ടേ പറ്റൂ. പഞ്ചമി കുഞ്ഞിനെ അവിടെ വെച്ച് വരരുചിക്കൊപ്പം നടന്നു. മനസ്സ് നീറുകയാണ് പഞ്ചമിയുടെ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ പറ്റാതെ കുഞ്ഞവിടെ ഒറ്റയ്ക്ക് കിടന്ന് കരയാണ് അല്ലേ, വളരെ സങ്കടകരം. ആ കാടിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ വീട്ടിലിരുന്ന് മേഴത്തോൾ നമ്പൂതിരിയും അന്തർജനവും സംസാരിക്കുകയായിരുന്നു. അന്തർജനം പറഞ്ഞു, ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അത് കേട്ട നമ്പൂതിരി പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇതുവരെ ഭാഗ്യമുണ്ടായില്ല. അന്തർജനം സങ്കടത്തോടെ പറഞ്ഞു. നമ്പൂതിരി പറഞ്ഞു, പ്രതീക്ഷ കൈവിടാതിരിക്കൂ അമ്മിണി, നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരൂ, അമ്പലത്തിൽ പോകാൻ സമയമായില്ലേ? അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കാടിനകത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു നടക്കുമ്പോൾ അവരെന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അമ്മിണി ചോദിച്ചു, അതെന്താണൊരു ശബ്ദം? നമ്പൂതിരിയും കാതോർത്തു. അതൊരു കുഞ്ഞ് കരയുന്ന ശബ്ദമല്ലേ? അന്തർജനം ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. അപ്പോഴതാ പാറയുടെ അടിയിൽ കിടക്കുന്നു
ഒരു കുഞ്ഞ്, ഒരു ചോര കുഞ്ഞ് ശ്വാസമില്ലാതെ കരയാട്ടോ. അപ്പോൾ അന്തർജന മൂടിപ്പോയി കുഞ്ഞിനെ എടുത്തു. ഈ കുഞ്ഞിനെ ആരാണ് ഇവിടെ ഉപേക്ഷിച്ചത്? ജനിച്ചിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സ് വന്നു ഉപേക്ഷിക്കാൻ? അവർ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കുഞ്ഞിനെയും എടുത്ത് ഇല്ലത്തേക്ക് പോയി കുളിപ്പിച്ച് സുന്ദരനാക്കി പാലൊക്കെ കൊടുത്ത് കരച്ചിലൊക്കെ മാറ്റിയിട്ടോ കുഞ്ഞിൻ്റെ. അവർക്കും കുഞ്ഞിനെ കണ്ടപ്പോൾ സന്തോഷമായ. അവരുടെ ജീവിതത്തിൽ ഒരർത്ഥം വന്നതുപോലെ അവർക്ക് തോന്നി. ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞാണ് അത് എന്ന് അവർക്ക് മനസ്സിലായി. അവർ മകൻ്റെ വരവ് വളരെയധികം ഗംഭീരമായി ആഘോഷിച്ചു. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മകൻ, എല്ലാവരും വന്ന് കണ്ടോളൂ. അവർ കുഞ്ഞു വന്നതിൻ്റെ സന്തോഷത്തിൽ നാടാകെ വിളിച്ച് സദ്യ നടത്തി. അതുമാത്രമോ, പാവങ്ങൾക്ക് അരിയും വസ്ത്രവും എല്ലാം കൊടുത്തു. അങ്ങനെ മകനെ അനുഗ്രഹിക്കാൻ പറഞ്ഞു എല്ലാവരോടും. നമ്മുടെ കുഞ്ഞിവാവ അവരുടെ സ്നേഹവും ലാളനയും എല്ലാം കിട്ടി വളർന്നു. ചില സമയങ്ങളിൽ വികൃതി കാണിക്കുമ്പോൾ നമ്പൂതിരി ചേർത്ത് പിടിച്ച് പറഞ്ഞു, നിനക്ക് വികൃതി കുറച്ച് കൂടുന്നുണ്ട് ഉണ്ണി, ശരിയാക്കി തരാം ഞാൻ. ആ ശാസനയിലും അവരുടെ സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അവരുടെ ജീവിതത്തിലെ വിളക്കും വെളിച്ചവുമായി ആ കുഞ്ഞ് മാറിയിരുന്നു. അവരുടെ ഓരോ ചെറിയ സന്തോഷങ്ങളുടെയും കാരണമായി ആ കുഞ്ഞ് മാറി. അങ്ങനെ പറയിപെറ്റ പന്തിരകുലത്തിലെ ആദ്യത്തെ സന്തതി, മഹാപണ്ഡിതനായ വരരുചിയുടെ ആദ്യ പുത്രൻ എവിടെയാണ് വളരുന്നത്? മേഴത്തോൾ നമ്പൂതിരിയുടെ വീട്ടിൽ വളരുന്നു. പേര് മേഴത്തോൾ അഗ്നിഹോത്രി. ഇതാണ് ആദ്യ പുത്രൻ കേട്ടോ. ഇപ്പം എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അടുത്ത പാട്ട് വരുന്നവരെ കാത്തിരിക്കണേ.